لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وتبعه الفائزين أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله بما يعظكم به إن الله كان سميعا بصيرا صدق الله المولانا العظيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا السلام عليكم ورحمة الله تعالى وبركاته. عليكم السلام. الله سبحانه وتعالى പരിശുദ്ധമായ ദിവസത്തിൽ പരിശുദ്ധവും പവിത്രവുമായ സമയങ്ങളിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗീയ സുവനങ്ങളിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒന്നൊരുമിച്ചിരിക്കാൻ കാരണക്കാരായ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വിശിഷ്യ നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ അഭ്യുതകാംക്ഷികൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ എല്ലാ പ്രതിഫലങ്ങളും സമ്മാനിക്കുമാറാകട്ടെ. അതിനിടയിൽ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയ നമ്മുടെ പിതൃപുത്രാദികൾ, പ്രത്യേകിച്ച് നമ്മുടെ മസ്ജിദിന്റെ ചാരത്ത് പരിശ്രമം കൊള്ളുന്നവർ, എല്ലാവർക്കും സമുദായ തമ്പുരാൻ എല്ലാവിധ മഗ്ഫിറത്തും റഹ്മത്തും സദാ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് വോട്ട് ചെയ്യുന്നവരാകട്ടെ, ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളിൽ ഒരാളായി, ഒരു കാൻഡിഡേറ്റായി, ഒരു പ്രതിനിധിയായി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതിനേക്കാൾ അപ്പുറം ഒരു വിശ്വാസി എന്ന നിലക്ക് മുസ്ലിമായി ജീവിക്കുന്ന, മുസ്ലിമായി അറിയപ്പെടുന്ന, നാളെ അല്ലാഹുവിന്റെ മുന്നിലും ഒരു വിശ്വാസിയായി അഭിമാനത്തോടെ അല്ലാഹുവിന്റെ അടിയാറായി എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വിശ്വാസം ചെയ്യേണ്ട, അവന്റെ ജീവിതത്തിൽ അവൻ നിഷ്കർഷിക്കപ്പെടുന്ന, അവൻ കൊണ്ടുവരേണ്ട സ്വഭാവ രൂപീകരണത്തെ അത് എങ്ങനെയൊക്കെയാകണം എന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നാം പറഞ്ഞത്. അവന്റെ സംസാരത്തിൽ, അവന്റെ അംഗക്ഷേപങ്ങളിൽ, അവന്റെ പെരുമാറ്റത്തിൽ ഇത് തുടങ്ങി ഒരു വിശ്വാസി ഏറ്റവും മനോഹരമായി ഏതൊരാൾക്കും റോൾ മോഡലായി ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കാൻ നമ്മിലേക്ക് വിരൽ ചൂണ്ടുന്ന വിധം നാം എങ്ങനെ ആയിത്തീരണമെന്നാണ് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ നാം സംസാരിച്ചു വച്ചത്. അല്ലാഹു പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. നാളെ പെട്ടികളൊക്കെ തുറക്കുകയും അത് എണ്ണപ്പെടുകയും ചെയ്യുമ്പോഴാണ് ആരാണ് വിജയം, ആരാണ് പരാജിതൻ എന്നറിയപ്പെടുന്നത്. വിജയിച്ചയാളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യം. കാരണം ഒരു നാടിന്റെ, ഒരു ഉമ്മത്തിന്റെ, ഒരു സമുദായത്തിന്റെ, ഒരു സൊസൈറ്റിയുടെ ഹാദ്യമായി പ്രവർത്തിക്കുകയും അല്ലാഹു സ്വീകരിക്കപ്പെടുകയും ചെയ്താൽ നാളെ അല്ലാഹുവിന്റെ സുവർണ്ണ സിംഹാസനത്തിന്റെ ചുവട്ടിലാണ് അവന്റെ സ്ഥാനം. അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരാജയപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ, അവന് ചുമക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമുള്ള നെയ്യത്തുകൊണ്ട് അല്ലാഹുവിന്റെ സ്വീകാര്യനാവുകയും അതോടൊപ്പം ഭൗതികമായ സാഹചര്യത്തിൽ പരാജയപ്പെടുകയും ചെയ്തയാളാണ്. നാടിന് വേണ്ടി ഹിദമത്തെടുക്കണമെന്ന വലിയ ആഗ്രഹത്തോടുകൂടി സമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്നതോടുകൂടി അവന്റെ നെയ്യത്തിൽ കബൂലിയത്ത് വന്നത്, അതോടുകൂടി അവന് സ്വീകരിക്കപ്പെടും. പിന്നെ കുറവുകൾ സംഭവിക്കാനില്ല. ഭാഗ്യവാൻ അവൻ തന്നെയാണ്. മറിച്ച് ഒരു ആദ്യമായി സമൂഹം തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഏറെ ശ്രമകരവും ഏറെ ഭവിഷ്യത്തുകൾ നിറഞ്ഞതും, എന്നാൽ വിജയിച്ചു വന്നാൽ അല്ലാഹുവിന്റെ സുവർണ്ണ സിംഹാസനത്തിന്റെ ചുവട്ടിലേക്ക്
അള്ളാഹുവിന്റെ ഓരം ചേർത്ത് നിൽക്കാൻ കഴിയുന്ന വലിയ ഭാഗ്യത്തിലേക്കുമാണ് അവൻ ചേർത്തെടുത്തത്. വിജയിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ വഴി എളുപ്പമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ നാം അങ്ങനെ വിഷയമായി സംവദിക്കപ്പെടുമ്പോ അധികാരത്തിന്റെ കിരീടും ചെങ്കോടും അതിന്റെ എല്ലാ രൗദ്രഭാവങ്ങളും അതിന്റെ അകമ്പടിയും എല്ലാം അങ്ങനെ പോകുമ്പോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളുകൾക്ക് മാത്രമാണ് ഇതൊക്കെ ബാധകമാകുന്നത് മുഅ്മിനീങ്ങളെ നാം ചിന്തിക്കാൻ പാടില്ല. രാഷ്ട്രീയപരമായി വോട്ടെടുപ്പിലൂടെ വിജയിച്ചു, ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളോ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ ഒക്കെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇനി അതും കടന്ന് അല്പപ്പോൾ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് വന്നാൽ, ഒരു മഹല്ലുമായി വന്നാൽ മഹല്ലിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, അത് ഇമാമാവട്ടെ, മുഅദ്ദിനാവട്ടെ, അസിസ്റ്റന്റ് ആവട്ടെ, ജമാഅത്ത് കമ്മിറ്റി ആവട്ടെ, അവിടെയും പൂർത്തീകരിക്കപ്പെടേണ്ട കുറെ ബാധ്യതകൾ അവനേറുന്നുണ്ടാവും. ഒന്നുകൂടി കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം, രാഷ്ട്രീയത്തിൽ ഞാനില്ല, ജമാഅത്ത് കമ്മിറ്റിയിൽ ഞാനില്ല, ഭൗതികപരമായ രാഷ്ട്രീയ പാർട്ടികളിൽ ഞാൻ ചേക്കേറിയിട്ടില്ല, പക്ഷെ എങ്കിൽ പിന്നെ എനിക്കെന്ത് പ്രയാസം എന്ന നിസ്സാര ഭാവത്തിൽ ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ട് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം 4 ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു കൊച്ചു കൂടെയാണെങ്കിലും അതിനെപ്പറ്റിയും നാളെ എന്നോട് ചോദ്യം ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമാണ്. ഹബീബായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തതാണ്, സ്വഹാബ കുല്ലുക്കും റാഇ. കുറെ ആട്ടുപറ്റങ്ങളെ കളിച്ചു കൊണ്ടുപോകുന്ന ഒരു ആട്ടിടയനെ പോലെ, ആ വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്, ഒരു ആട്ടിടയൻ, ഒരു ഷെപ്പേഡ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാണ്, കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുണ്ട്. കുല്ലുക്കും റാഇ, നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കളാണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നാം വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, അവിടെയും അല്ലെങ്കിൽ നാം ജീവിക്കുന്ന നമ്മുടെ മനോഹരമായ കുടുംബങ്ങളിലൊക്കെ നിങ്ങൾ ഭരണീയരാണ്. നിന്റെ കീഴിൽ വരുന്ന ഭരണീയരായിത്തീരുന്ന നിന്റെ കുടുംബത്തെ കുറിച്ച് നാളെ നിന്നോട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലം വരുന്നുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ നിലക്ക് നോക്കുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ്. 4 ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന നമ്മുടെ ജീവിതത്തെ കുറിച്ച് പോലും നാളെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്നു. അതുമല്ല, ചില ആളുകളുണ്ടാവും, കുടുംബങ്ങളില്ലാത്ത ആളുകൾ. ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ട സാധുവായ ഒരു മനുഷ്യൻ വന്നു. വളരെ സാധുവാണ്, അത്ര നല്ല മേൽ വസ്ത്രം ധരിക്കാത്ത, അത്രമേൽ സുരക്ഷിതമായി ജീവിക്കാത്ത നമ്മളെ പോലെയൊക്കെ സാധാരണക്കാരൻ, ഒരു കുടുംബം പോലും പറയപ്പെടാൻ കഴിയുന്ന ഒരു കുടുംബ സാഹചര്യം പോലും ഇല്ലാത്ത ഒരു മനുഷ്യനിക്ക് അഷ്റഫുൽ ഖൽഖ് പരിശുദ്ധ റസൂലിന്റെ മുന്നിലേക്ക് വന്ന് ചോദിച്ചത്, നബിയേ, എന്നോട് ചോദ്യം, ഞാൻ ഭാഗ്യവാനാണ്, എനിക്ക് അങ്ങനെ വീടില്ല, പറയപ്പെട്ട കുടുംബങ്ങളിൽ, എനിക്ക് എന്ത് ചോദ്യമാണ് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞതാണ്, പ്രിയപ്പെട്ടവനെ, നീ നടന്നു വരുന്ന വഴിയിൽ ഒരു മരത്തിന്റെ ശിഖരത്തിന്റെ അടിയിലൂടെ വരുമ്പോ ആ തണല് കൊണ്ടിട്ടാണല്ലോ നീ വരുന്നത്, നാളെ നിന്നോട് അതിനെ കുറിച്ചും ഹിസാബുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നിനു പുറകെ രണ്ടാമത്തെ ഈന്തപ്പഴത്തിലേക്ക് തന്റെ കരങ്ങൾ അങ്ങനെ പോകുമ്പോഴാണ് അടുത്തിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വിശന്നിട്ട് ഇങ്ങനെ വലഞ്ഞു നിൽക്കുമ്പോ മുമ്പിലോട്ട് തളികയിൽ കൊണ്ടുവന്ന ഈന്തപ്പഴത്തിന്റെ രണ്ടാമത്തെ അല്ലി എടുക്കാൻ അങ്ങനെ കൈ നീണ്ടുപോകുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖിന്റെ കയ്യിൽ തട്ടിയെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, നാളെ ഇതിനെ കുറിച്ച് നിന്നോട് ചോദ്യം ചെയ്യപ്പെടും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിസ്സാരത കഴിക്കുന്ന ഒരു ഉള്ളത്തിനോട് ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭരണപരമായി ഒരു നാടിനെ സേവിക്കലുമായി, ഹിദ്മത്തുമായി, മസ്ജിദിന്റെ ഹിദ്മത്തുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു വിഷയങ്ങൾ നാം ചർച്ച ചെയ്യും. പരിശുദ്ധമായ ഖുർആൻ മനോഹരമായി സംവദിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് പറയുന്നത് തന്നെ കാണാം, ഇന്നല്ലാഹ യഅ്മുറുക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല യഅ്മുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുകയാണ്. എന്താണ് കൽപ്പിക്കുന്നത്? അൻതുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നീ ജോലി ചെയ്യുന്ന ഏത് മേഖലയിൽ, നിന്റെ വർക്ക് സ്പേസ് ആയി വരുന്ന ഏത് ഓഫീസാവട്ടെ, ഏത് രാഷ്ട്രീയമാവട്ടെ, ഏത് കുടുംബധാരകളാവട്ടെ, ഏത് സൗഹൃദ വലയങ്ങളാവട്ടെ, നീ അനുഭവിക്കുന്ന ഏത് സുതാര്യമായ സാഹചര്യങ്ങളുമാവട്ടെ, അവിടെ നീ നടപ്പിലാക്കേണ്ട, നീ പാലിക്കേണ്ട ചില കർത്തവ്യങ്ങളും അമാനത്തുകളും ഉണ്ട്.
അത് അർഹതപ്പെട്ടവർക്ക് കൃത്യമായി അത് മടക്കി നൽകണമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ഉണർത്തി തരികയാണ്. ഏത് വിഷയത്തിലും വളരെ ഗൗരവമാണ്. മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായ ഒരു സദസ്സിൽ ഇരിക്കുകയാണ്. ആ സദസ്സിൽ ഇരിക്കുമ്പോൾ നബി തങ്ങൾ പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദ് പ്രിയപ്പെട്ട സ്വഹാബിയാണ്, നബി തങ്ങൾ പറയാൻ സ്വഹാബിയോട്, എനിക്ക് കുറച്ച് ഖുർആൻ ഓതിത്തരുമോ? പരിശുദ്ധമായ ഖുർആനിന്റെ മനോഹരമായ പാരായണ ശൈലിയുള്ളയാളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നിശബ്ദമായ ഒരു സാഹചര്യത്തിൽ അഷ്റഫുൽ ഖൽഖിന്റെ മുന്നിലേക്ക് ചോദിക്കുന്ന നബിയെ, അങ്ങക്ക് ഞാൻ ഖുർആൻ ഓതിത്തരും, അങ്ങ് എനിക്ക് പഠിപ്പിക്കുന്നതിന് പകരം ഞാൻ പഠിച്ച ഖുർആനിന്റെ അധ്യാപനം അങ്ങ് ഓതിത്തരണോ നബിയെ? നബി തങ്ങൾ പറയാണ്, ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് സെക്കൻഡ് പാർട്ടിയിൽ നിന്ന് അതിനെ കേൾക്കുമ്പോ അതിന്റെ ആശയ തലങ്ങൾ ഞാൻ മനസ്സിലാക്കും, എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് പാരായണം ചെയ്യുമെന്ന് പറയാം. അങ്ങനെ ഓതി വരുമ്പോഴാണ് ഒരു ആയത്തിലേക്ക് എത്തുമ്പോ നിശബ്ദമായ സാഹചര്യത്തിലേക്ക് വെക്കുമ്പോൾ നബി തങ്ങളുടെ കണ്ണുകൾ അങ്ങനെ ഈറനണിയാൻ ഓതി കൊടുക്കുന്നതിനിടയിൽ ഓതി വന്ന ആയത്തങ്ങൾ എത്തി അവസാനം ഒരായത്തിലേക്ക് മനോഹരമായ ശബ്ദം ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ അലൈഹ, ആ ആയത്തുകളിലേക്ക് നബി തങ്ങൾ ശ്രദ്ധ കൂർപ്പിച്ചിരിക്കുമ്പോൾ എന്റെ പാരായണം ചെന്നെന്ന് അവസാനിക്കുമ്പോഴേക്കും ഫഫാദത ഐനാ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണുനീർ അങ്ങനെ ഒഴുകി നിറഞ്ഞു, കവിൾത്തടക്കളിലൂടെ ഒഴുകി ഒലിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മഹ്ശറിലേക്ക് മനുഷ്യരെ എല്ലാവരും കൊണ്ടുവരുമ്പോൾ ഓരോ ഉമ്മത്തിനെയും ഓരോ സമൂഹത്തെയും ഓരോ ഗോത്രങ്ങളെയും ഇങ്ങനെ കൊണ്ടുവരുമെന്നാണ്. അങ്ങനെ കൊണ്ടുവന്ന് മുന്നിലേക്ക് നിർത്തുമ്പോ ആ സമൂഹത്തിന് സാക്ഷിയായി ഒരാളെ കൊണ്ടുവരും. ഈ പരിശുദ്ധമായ ഉമ്മത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നാളെ മഹ്ശറിലേക്ക് നമ്മളെ എല്ലാം അങ്ങനെ കൊണ്ടുവരുമ്പോ നമ്മുടെ കാൻഡിഡേറ്റ് ആയി നമ്മുടെ സയ്യിദായി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളെ സഞ്ചരിക്കും. ആ രംഗം പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ വജ്അനാ ബിക അലാ ഹഉലാഇ ഷഹീദ, ഈ ഉമ്മത്തിന്റെ മേൽ അങ്ങയെ സാക്ഷിയായി ഞാൻ എന്റെ മുന്നിലോട്ട് കൊണ്ടുവരുന്ന അവസ്ഥ എന്താണ് എന്ന് ഓർക്കുമ്പോഴേക്കുമാണ് ഈ പാരായണ ശകലം വരുമ്പോഴേക്കും ഹബീബായ പരിശുദ്ധ റസൂലിന്റെ കണ്ണുനീർ തടങ്ങളിൽ താഴെ കവിളിലൂടെ ഒഴുകി ഒഴിച്ചു എന്ന ഹദീസുകൾ കാണാൻ കഴിയും. സ്വഹാബത്ത് കണ്ടറിഞ്ഞു. വളരെ പ്രയാസം. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ഓത്ത് കേട്ട് കരഞ്ഞതാണ്. ഈ സംഭവം ഓർത്തിട്ട് അതുകൊണ്ടാണ് മഹാനായ സയ്യിദ്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ച് ഭൗതികമായ സാഹചര്യത്തിൽ രാഷ്ട്രീയവും അതിന്റെ തെരഞ്ഞെടുപ്പും അതിന്റെ ചൂടിലും അതിന്റെ വലിയ ക്യൂരിയോസിറ്റി ഇരിക്കുകയാണ്. നാളെ പെടുത്തി പൊട്ടുമ്പോൾ ആർക്കാണ് മുൻതൂക്കം? രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെയാണ്. അതിന്റെ പിന്നാമ്പലത്തിലായി ഓടുന്ന സപ്പോർട്ട് ചെയ്ത അണികളോടാണ്. മഹാനായ സയ്യിദ്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല മദീന ഭരിക്കാൻ, മദീനയിൽ റസൂലുള്ളാഹിയുടെ ഖലീഫയായി ഭരിക്കാൻ അബൂബക്കർ സിദ്ദീഖിന്റെ ഭരണകാലത്തിന് ശേഷം അങ്ങനെ ഭരിക്കുമ്പോൾ തന്റെ പെനിൻസുലയിൽ, അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് മദീനയിൽ നിന്ന് 2000 കിലോമീറ്റർ അപ്പുറമാണ് ഇറാഖിന്റെ പ്രവിശ്യ. ആ ഇറാഖിന്റെ പ്രവിശ്യയെ കുറിച്ച് മഹാനായ സയ്യിദ്ന ഉമർ ഫാറൂഖ് തങ്ങൾ പറയാൻ, ലൗ അഥറതു ബഗ്ലത്തുൻ ഫിൽ ഇറാഖ്, സാധാരണ ഭൗതികമായി നമുക്ക് തമാശകളൊക്കെ കൂടിയാണ്. ഉമർ തങ്ങൾ പറയാൻ, ലൗ അഥറതു ബഗ്ലത്തുൻ ഫിൽ ഇറാഖ്, ഇറാഖിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു കോവർ കഴുത അതെങ്ങാനും ഒന്ന് തെന്നി വീണാലെന്നാണ്. ആ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാതെ നമ്മൾ വിചാരിച്ചു നോക്കിയപ്പോൾ നമ്മുടെ റോഡുകളുടെ അവസ്ഥ എന്താ? ഒരു താൻ ഭരിക്കുന്ന തന്റെ ഭരണസ്ഥലത്ത് നിന്നും 2000 കിലോമീറ്റർ അപ്പുറയുള്ള ഇറാഖിന്റെ പ്രവിശ്യയിലൂടെ ഒരു കോവർ കഴുത എങ്ങാനും സഞ്ചരിച്ചു പോകുമല്ലോ, അതെങ്ങാനും ഒന്ന് തെറ്റി വീണാൽ എന്നോട് അതിനെ കുറിച്ച് ചോദ്യം ചെയ്യുമല്ലോ എന്നോർത്ത് കരഞ്ഞിട്ടുണ്ട് സയ്യിദ്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല. ഭരണത്തിന്റെ കാഴ്ചപ്പാട് എവിടെ എത്തിയെന്ന് നിസ്സാരമായ സമൂഹത്തിൽ, ഒരു പള്ളിയിൽ, ഒരു ജമാഅത്തിൽ അത് തന്നെ ഭരിക്കാൻ, അതിനപ്പുറം ഒരു വീടിന്റെ 4 ചുമരിന്റെ അകത്ത് എല്ലാ അധികാരവും ചൂടുന്നു നമ്മെ സംബന്ധിച്ച്.
അതുപോലെ കൃത്യമായി വഹിക്കപ്പെടാതെ പോകുമ്പോഴാണ്, അതിന്റെ ആശങ്ക മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് ഒരു ഭരണാധികാരിയായി ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണത്തലവനായി സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണം കൈയാളുമ്പോഴാണ് 2000 കിലോമീറ്റർ അകലടന്ന് പോകുന്ന കോവർ കഴുതെ വീഴുമോ എന്ന ആശങ്കയിൽ സഹതപിക്കുന്ന ഉമറിനെ മദീന പള്ളിയിൽ നാം കാണുന്നത്. റളിയല്ലാഹു തആല ഒന്ന് വിചാരിച്ചു, എന്താ പറയുക, എന്നോട് ചോദ്യം ചെയ്യുവാനാണ്, എന്നോട് ചോദ്യം വരുമോ ഒരു കോവർ കഴുതയുടെ പേര്? അതുകൊണ്ട് നാം പഠിച്ചു വെക്കേണ്ടത്, നമ്മളെ ചെയ്യുന്ന വിഷയത്തിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് കാൻഡിഡേറ്റായി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാം നിൽക്കുമ്പോൾ നാം പാലിക്കപ്പെടേണ്ട കുറെ ക്വാളിറ്റികളുണ്ട് ഒരു പരലോക വിശ്വാസിയെ സംബന്ധിച്ച്. അതുകൊണ്ടാണല്ലോ നമ്മൾ ജനിച്ചു വീഴുന്ന നാട്ടിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പൊ നടന്നത്. നമ്മൾ അറിയുന്ന കാൻഡിഡേറ്റ്, നമ്മൾ അറിയുന്ന ആളുകളാണ്, സ്ഥിരപരിചയമുള്ള ആളുകളാണ്. പക്ഷെ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറെ ക്വാളിറ്റികൾ ഉണ്ടാവുമല്ലോ. നമുക്കറിയാം, പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വളർന്ന ഒരു നാടാണ്. ആ നാട്ടിൽ ജനിച്ചു വളർന്ന ഹബീബായ തങ്ങൾക്ക് ആ നാട് മുഴുവൻ വിളിച്ച പേര് അസ്വാദിഖുൽ അമീൻ, വിശ്വസ്തനാണ്. ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ട്രൂത്ത്ഫുള്ളായ മനുഷ്യൻ. നാം കൊണ്ട് പറയുന്ന വർത്തമാനങ്ങളെല്ലാം സത്യമല്ലാത്ത, കളവിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അത് മുഹമ്മദാണെന്ന് അറേബ്യൻ ഗോത്രക്കാർ പറയുമായിരുന്നു എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. സാദിഖാൻ, വിശ്വസ്തനാണ്. ജൂതന്മാര് പോലും പറയുമായിരുന്നു എന്നാണ്, ഞങ്ങളുടെ സമ്പത്ത് ഏറ്റവും സുരക്ഷിതമായി ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് മദീനയിൽ മുഹമ്മദ് മാത്രമാണ്. അങ്ങനെ കൊണ്ടുപോയി വച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. അത്രമേൽ സുതാര്യമായി എല്ലാ അമാനത്തുകളെയും വിശ്വസിക്കേൽപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും ഇത്രയും മനോഹരമായി കൈകാര്യം ചെയ്ത ഒരാൾ ആ അറേബ്യൻ നാട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മദീനയിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതും കാത്തിരുന്നു. സ്വറഹൽ ബദറൊക്കെ പാടി സ്വീകരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, വജാഅൽ അമീൻ, നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വിശ്വസ്തനായ ഒരു മനുഷ്യനാണ് മരുഭൂമിക്കപ്പുറം, ഒരു മണൽക്കൂമ്പാരത്തിനപ്പുറം നമ്മിലോട്ട് കടന്നു വരുന്നതെന്ന്. ഹബീബായ റസൂലിനെ കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ. സ്വഹാബത്ത് പ്രഭാഷണ വൈദഗ്ധ്യമുള്ള ചില ആളുകൾ മദീനയിൽ ചെന്നിട്ട് നബി തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയത് മാത്രമാണ്. ആ പരിചയപ്പെടുത്തൽ എങ്ങനെയാണ്? ഒരു കാൻഡിഡേറ്റിനെ സമൂഹം തിരിച്ചറിയുന്നതാണ്. ഒരാൾ അവിടെ വന്നിട്ട് പറയാം, ഞങ്ങളുടെ നാട്ടിൽ ഇന്നാറിന്റെ മനുഷ്യനുണ്ട്, കച്ചവടത്തിന് വേണ്ടി മറ്റു കർമ്മങ്ങൾക്ക് വേണ്ടി മക്കയിൽ പോകുന്നവർക്കെല്ലാം സുപരിചിതനാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ, ആ സത്യസന്ധനായ ഒരു മനുഷ്യനെ കാണാൻ കാതോർത്തിരുന്നു മദീനയിലെ അൻസാരികളായ സ്വഹാബത്ത്. മനോഹരമാണ്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട ക്വാളിറ്റിയാണ് സത്യസന്ധനായിരിക്കുക എന്നതാണ്. പറയുന്ന വർത്തമാനങ്ങളിൽ സത്യം ഉണ്ടായിരിക്കുക, അൽ അമീൻ, വിശ്വസ്തനാണ് എന്ന് പറയാൻ കഴിയുന്ന, എന്തു പറഞ്ഞാലും സുതാര്യമായി സംവദിക്കാൻ കഴിയുന്ന, എന്ത് കാര്യവും സംസാരിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്നൊരു കാൻഡിഡേറ്റിനെ പറ്റി നമുക്ക് പറയാൻ കഴിയുമ്പോൾ അവിടെയാണല്ലോ ഊർജ്ജാർത്ഥപ്പെടുന്നത്. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടും ആ സ്വഭാവവും സമൂഹത്തിൽ നിരന്തരമായി കൊടുക്കണമെന്നാണ്. ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി കൂടിയാണ്. ഒരു രണ്ട് മുഖങ്ങളുള്ള ആളുണ്ടാവാൻ പാടില്ല. കഴിഞ്ഞ ആഴ്ച മനുഷ്യൻ പറഞ്ഞതാണ്, ആളുകൾ, രണ്ട് മുഖമുള്ള ആളുകൾ. ഒരാളുടെ മുമ്പിൽ വോട്ട് ചോദിക്കുമ്പോൾ ഒരു മുഖം, പിന്നീട് ഒരു മുഖം. അതല്ല, മനുഷ്യരുമായി സംവദിക്കുമ്പോൾ നമുക്കുണ്ടാവുമല്ലോ, നമ്മളുമായി സംവദിക്കുമ്പോഴൊക്കെ മനോഹരമായി ചിരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന ആളുകൾ അങ്ങാടിയിലേക്ക് ചെന്നാൽ വേറെ വർത്തമാനമായിരിക്കും. അത്രയും അനുഭവങ്ങളാണ്. ഈ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളെ ചേർത്ത് പിടിച്ച ആളുകളാവും ഒരു പക്ഷെ പിന്നീട് അവിടെ ചെന്നിട്ട് മറ്റൊരർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിക്കുകയും നമ്മെ അപഹാസ്യമാക്കുകയും ചെയ്യും. അങ്ങനെ ആവാൻ പാടില്ല. അത് ഖിയാനത്താണ്, വഞ്ചനയാണ്, നിഫാഖിന്റെ അടയാളമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വാഭാവികമായ ഒരു സമൂഹത്തിൽ ആക്റ്റീവായി നിൽക്കേണ്ടയാൾ എങ്ങനെ ആയിരിക്കണം? മനുഷ്യരോട് ആത്മീയതയോടെ, മതം നോക്കാതെ, ജാതി നോക്കാതെ, പിടിക്കുന്ന കുട്ടികളുടെ കളർ നോക്കാതെ, ഒന്നും വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ ഒരു ക്വാളിറ്റി റസൂലുള്ളാഹി അലൈഹി വസല്ലം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ നിബിധങ്ങളെ കുറിച്ച് പറയുന്നത് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹു അങ്ങേക്ക് ചെയ്തിരിക്കുന്ന വലിയൊരു റഹ്മത്തിന്റെ ഭാഗമാണ്.
അങ്ങയുടെ മൃദുമലകരമായ സമീപനം എല്ലാവരോടും ഒരു ഹാർഷായി സംസാരിക്കാതെ, വലിയ ഗൗരവത്തിൽ ഒച്ചപ്പാടുണ്ടാക്കി സംസാരിക്കാതെ, ലളിതമായി നിമിത്തങ്ങളോട് ഒരാൾ സംസാരിക്കുമ്പോൾ ഏത് ഒരു മോഡുലേഷനിലാണോ ഒരാൾ സംസാരിക്കുക, അതേ രീതിയിലാണ് പരിശുദ്ധ റസൂൽ മറുപടി പറയാം. ശബ്ദം ഉയർത്താറേയില്ല. കുട്ടികൾ സംസാരിക്കുമ്പോൾ വളരെ ലാളിത്യത്തോടു കൂടി അവരോട് പെരുമാറുക. ഒരുമിച്ചിരിക്കുമ്പോൾ സാധാരണക്കാരുടെ കൂടെ ഇരിക്കുക. ഒരു പാറാവുകാരനില്ലാതെ, ഒരു മനുഷ്യൻ പോലുമില്ലാതെ. ഒരിക്കൽ ഒരു അഗ്രാബിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ നിമിത്തങ്ങളുടെ കൈ ഞാൻ അറിയാതെ തൊട്ടുപോയി. ഒരു അഗ്രാബിയായ, ഒരു സാധുവായ, പാവപ്പെട്ട നാടനായ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് പരിശുദ്ധ റസൂലിന്റെ കരങ്ങൾ അറിയാതെ അങ്ങനെ തൊട്ടുപോയി. അപ്പോഴേക്ക് നബിയെ, അങ്ങേ അഹങ്കാരിയായിട്ടല്ല കേട്ടോ ഞാൻ അങ്ങേ നിയോഗിച്ചിട്ടുള്ളത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അഗ്രാബിയായ മനുഷ്യനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, വേഗം ഖിസാസ് എടുത്തോളൂ. സങ്കടമായെങ്കിലേ, വേദന അനുഭവപ്പെട്ടുവെങ്കിലേ, നിരാശ തോന്നിയെങ്കിൽ, ഞാൻ എങ്ങാനും പരിഗണിച്ചില്ല എന്നൊരു തോന്നലെങ്ങാനും മനസ്സിന്റെ ഉള്ളിലൂടെ എങ്ങാനും കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നിൽ നിന്ന് ഖിസാസ് എടുത്ത് പകരം എന്നെ തല്ലിക്കോളൂ, എന്നെ വേദനിപ്പിച്ചോളൂ. ആരാണ് ഒരു അറേബ്യൻ പെൻസിലുടെ രാജാവായി അധികാരം വാഴുമ്പോഴും ഒരു സാധാരണക്കാരനായ അഗ്രാബിയുടെ മുന്നിൽ നിന്നിട്ട് പറയാൻ, പ്രതികാരം എടുക്കണമെങ്കിൽ എടുത്തോളൂ. എന്തിനാണ്? ഒരു പാടുകൊണ്ടതിനാണ്. അറാബിയായ മനുഷ്യൻ പറയും, എന്താ നബി എന്ന് പറയുന്ന അങ്ങനെ എടുക്കാനോ? അതല്ല, പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അവിടെ ഇരുന്നുകൊണ്ട് ആ മനുഷ്യനെ കൈ ഉയർത്തി ദുആ ചെയ്യുന്നതാണ്. ഒരു മനുഷ്യനെ നിസ്സാരവൽക്കരിച്ചിട്ടില്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജനപ്രതിനിധി ഒരു കാൻഡിഡേറ്റ് വിജയിച്ചിട്ടുള്ള സൊസൈറ്റിയിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണം? ഞാൻ പറഞ്ഞതുപോലെ സത്യസന്ധനാവുക, പറയുന്നത് ട്രൂത്ത്ഫുള്ളായി, വൃത്തിയായി, മനോഹരമായി ജനങ്ങളുമായി സംവദിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണല്ലോ ആവശ്യം. കാലഘട്ടം എത്രയോ അപ്ഡേറ്റഡ്, ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. ആവലാതുകൾ പറയാനും, സങ്കടങ്ങൾ പറയാനും, ആശങ്കകൾ പറയാനും, ആവശ്യങ്ങൾ പറയാനും കൂടി വരുമ്പോ മാറിപ്പോകലോ പുറമ്പടിക്ക് മാറ്റുന്നതോ അല്ല ചെയ്യാൻ, സംവദിക്കാൻ സാധ്യമാവുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ സൊസൈറ്റിയുടെ ഇടയിലാണ് കാണുക. അനുഭവങ്ങളെ എപ്പോഴും സ്വഹാബത്തിന്റെ ഇടയിലുണ്ടാവും. അതുകൊണ്ട് പഠിച്ചു വെക്കണം. അതോടൊപ്പം തന്നെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കാൻ ഒരു സൊസൈറ്റിയിലേക്ക് പ്രബോധകനായി, ഒരു ഇമാമായി, ഖത്തീബായി, ദാഇയായി ചെല്ലുമ്പോൾ ഇൽമിന്റെ വലിയ കൂമ്പാരത്തിൽ നമ്മുടെ തലയിൽ കിടന്നല്ല ഒരു ഖാദിമിന്റെ പണി, ഒരു ആലിമിന്റെ പണി. എന്താ പിന്നെ ചെയ്യേണ്ടത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് ഹബീബായ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അയക്കാൻ. ആ സമയത്ത് നബിയോട് ചോദിച്ചു, നബിയെ ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊരു ഉപദേശം തരൂ. അങ്ങയിൽ നിന്ന് കിട്ടുന്ന ഒരു ഉപദേശം ഞാൻ കാത്തിരിക്കുന്നു, എനിക്ക് തരുമോ? സുന്ദരമായ ചോദ്യം, ലളിതമായ ചോദ്യം. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയും, അവിടെ ചെന്നിട്ട് ഓടി ചെന്നിട്ട് നിസ്കാരം നിർബന്ധമാക്കണം, അവിടെ ചെന്നിട്ട് എല്ലാവരും ഹജ്ജിന് പറഞ്ഞയക്കണം, കണിഷ്ഠമായി നോക്കി പിടിപ്പിക്കാൻ പറയണം എന്നല്ല അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, യസ്സിറു യാ മുആദ്, യമനിലേക്ക് നീ ചെന്നാൽ അവിടുത്തെ കൾച്ചർ വേറെയാണ്, സൊസൈറ്റി വേറെയാണ്. മദീന പോലത്തെ ഒരു നാടാവില്ലത്, കൃഷി ചെയ്യുന്ന ഒരു നാടാവില്ലത്. ഹാർഡായ ആളുകളുണ്ടാവും, ഒരു സംസ്കാരം കിട്ടിയിട്ടുണ്ടാവില്ല. ചിലർ ഉൾക്കൊണ്ടേക്കാം, ചിലർ തിരസ്കരിച്ചേക്കാം. പക്ഷെ നീ അവിടെ ചെല്ലുമ്പോ എന്റെ പ്രബോധകനാണ്, എന്റെ റമസായിട്ടാണ് നീ അവിടെ ചെല്ലുന്നത്. നീ അവിടെ ചെല്ലുമ്പോ ജനങ്ങൾക്ക് നീ എളുപ്പം പറഞ്ഞു കൊടുക്കും, എളുപ്പം പറഞ്ഞു കൊടുക്കും. ഒരാളെയും പ്രയാസപ്പെടുത്തല്ല. എളുപ്പം ചെയ്യണം. അങ്ങനെയാണല്ലോ രണ്ട് മസ്അലകൾ ഒരേപോലെ വരികയും ഒന്ന് പ്രയാസപ്പെടുകയും മറ്റൊന്ന് ലളിതമാണെങ്കിൽ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ലളിതമായ മസ്അല പറഞ്ഞു കൊടുക്കണം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. നല്ല ഫഖീഹാണ്, നല്ല ഫിഖ്ഹിന്റെ പണ്ഡിതനാണ്, എല്ലാ മസ്അലകളും അറിയാം, ഏത് കുടുക്കും അടിക്കാൻ കഴിയുന്ന ആളാണ്, അഗാധ പാണ്ഡിത്യമുള്ള ആളാണ്. ആ മുആദ് തങ്ങളോട് മസ്അലകൾ പറഞ്ഞു പഠിപ്പിക്കാനല്ല പറയാ. യസ്സിറു, ഒരു സൊസൈറ്റിയിലേക്ക് ചെന്നാൽ പ്രബോധനം ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഇസ്ലാമിലെ പ്രബോധനം ചെയ്യേണ്ടത്, അത് ഏത് കാൻഡിഡേറ്റ് ശീലമാകാൻ ഉള്ളതുകൊണ്ടാണ് ആ വിഷയം പറയാ. യസ്സിറു, എളുപ്പം ചെയ്തു കൊടുക്കും. വലാ തുഅസ്സിറു, ഒരു ജനതയെയും ഒരു മനുഷ്യനെയും പ്രയാസപ്പെടുത്തല്ല. വബശ്ശിറു, ഒരുമിച്ചിരിക്കുമ്പോഴേ സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കും. സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കും, കേൾക്കുന്നവർ സന്തോഷിക്കട്ടെ.
അവന്റെ മനസ്സിലേക്ക് സന്തോഷത്തിന്റെ വർത്തമാനം പറഞ്ഞു കൊടുക്കലാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ല അമലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ അടുത്തിരിക്കുമ്പോൾ അവന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് സന്തോഷത്തിന്റെ വർത്തമാനം പറഞ്ഞു കൊടുക്കൽ ഒരു വിശ്വാസം ചെയ്യേണ്ട ബാധ്യതയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ആളുകളെ ആട്ടിയിട്ട് ഒരു മനുഷ്യൻ ആവശ്യമായിട്ട് വന്നാലേ വലിയ അവസ്ഥകളെ പറ്റി പറഞ്ഞാലാ പഠിച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഒരാവശ്യമായിട്ട് വന്നതാണ്, ഞാൻ വിഷയത്തെ കുറിച്ച് പഠിച്ചോ, സമയം ചോദിക്കണം പറഞ്ഞത് ആ പഠിച്ചിട്ട് പറഞ്ഞെന്ന പോലെ മനുഷ്യനെ ആട്ടി അകറ്റല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കേണ്ട ഒരു വിഷയം. അതുകൊണ്ട് ജനങ്ങളുമായി സംവദിക്കുമ്പോൾ അത്തരം കാൻഡിഡേറ്റുകളെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണല്ലോ. നാളത്തോടെ ഒരു റിസൾട്ട് വരുമ്പോൾ പിന്നെ ജനമധ്യത്തിന്റെ പ്രതിനിധിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. പലരും സംസാരിക്കാറുണ്ടാവും, പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടാവും, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളുണ്ടാവും, ഉമ്മമാരുടെ ആവശ്യങ്ങളുണ്ടാവും, സൊസൈറ്റി ബേസ് ചെയ്ത് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടാവും. ഓടി വരുമ്പോ ആദ്യകറ്റല്ലേ കേട്ട് പഠിക്കുന്ന വിഷയത്തെ കുറിച്ച് എന്നിട്ട് എളുപ്പം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കും. അതൊരു ഹാദിമിന്റെ പണിയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു 2000 കിലോമീറ്റർ അപ്പുറമുള്ള നാട്ടിൽ ഒരു കോവർ കഴുതയോട് സഹതപിക്കാൻ സങ്കടപ്പെടുക, ആശങ്കപ്പെടുക, അതിനെപ്പറ്റി എന്നോട് ചോദ്യം ചെയ്താൽ എന്റെ അവസ്ഥ എന്തായിരിക്കും ഓർത്തിട്ടാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയിൽ ഖലീഫയായിരിക്കുമ്പോഴാണ് രാത്രി കാലത്ത് നമ്മൾ പണ്ട് സ്കൂൾ കാലങ്ങൾ പഠിച്ചതാണ്. വേഷപ്രച്ഛന്നനായി അങ്ങനെ നടന്നു പോകുമ്പോ ആ വീടിന്റെ അകത്ത് പാവപ്പെട്ട ഒരു സാധുവായ സാധാരണക്കാരിയായ ഒരു ഉമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ ഇല്ലാത്തതിന്റെ പേരിൽ അടുപ്പിൽ തീ കത്തിച്ചിട്ട് വെള്ളം അങ്ങനെ തിളയ്ക്കാൻ. പണ്ടൊക്കെ ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ ഇതിനപ്പുറേക്ക് ഉപ്പമാർക്ക് അനുഭവിച്ചിട്ടുണ്ടാവും. ഇന്നാണ് സാമ്പത്തികമായി നമ്മളൊക്കെ ഉയർന്നത്. 10-30 കൊല്ലം മുമ്പ് ഉണ്ടാവില്ല. അപ്പൊ ആ ഉമ്മ സാധാരണക്കാരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സംഭവം നൂറ്റാണ്ടുകൾക്ക് മദീനയിലുണ്ടാവാം. ഖലീഫ ഉമർ റളിയല്ലാഹു ഭരിക്കപ്പെടും. രാത്രി നേരത്ത് വേഷപ്രച്ഛന്നനായി ഇങ്ങനെ പോകുമ്പോൾ ഒരു കുഞ്ഞു വല്ലാണ്ട് ആവലാതിയോടെ കരയാൻ. ശബ്ദമായ നേരത്തെ ശബ്ദമില്ലായ്മ ചെയ്തോട്ട് കുഞ്ഞങ്ങനെ കരയുമ്പോ ആ ഉമ്മ പാത്രത്തിലിട്ട് ഇങ്ങനെ അളക്കാൻ കുറെ നേരം കരഞ്ഞ അവശനായ ശബ്ദം താഴ്ന്നു പോകുമ്പോ ഉമർ ആ വിഷയത്തെ കുറിച്ച് പഠിക്കണം. അപ്പോഴാണ് അറിയുന്നത് ഒന്നും കഴിക്കാനില്ലാതിട്ട് ആ ഉമ്മ ആ കുഞ്ഞങ്ങനെ ഉറങ്ങുന്നത് വരെ ഒരു സമാധാനത്തിന് അങ്ങനെ ചെയ്തതല്ല. ആ സമയത്ത് ഉമർ തങ്ങൾ പറയുന്നത് ഖലീഫയുടെ ചെങ്കോലൊക്കെ ഏറി മനോഹരമായ മസ്ജിദിന്റെ മുന്നിൽ ഖുതുബ ഓതാം. അമീറായി നിൽക്കാം, പക്ഷേ നീ നിൽക്കുന്ന സ്ഥാനം അമീറുൽ മുഅ്മിനീൻ, ഒരു വിശ്വാസത്തിന്റെ അമീറായി, ഒരു നാടിന്റെ അമീറായി നിൽക്കാൻ. കൈഫ തതീബു റബ്ബക, ഈ ഒരു വിഷയം നാളെ റബ്ബിന്റെ കോടതിയിൽ വന്നാൽ നീ എങ്ങനെ മറുപടി കൊടുക്കാൻ സാധിക്കും? ഒരു വീട്ടിൽ നീ കാരണം നീ ഭരിക്കുന്ന നിനക്ക് കഴിയുന്ന ഒരു നാട്ടിൽ പട്ടിണി മാറ്റാൻ സാധ്യമാകുന്ന ഒരു നാട്ടിൽ നീ ഉണ്ടായിട്ട് ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനൊരു വിഷയം നാളെ അല്ലാഹുവിന്റെ സമക്ഷത്തേക്ക് എത്തിയാൽ നിനക്ക് എങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ സാധിക്കും എന്ന് ചോദിക്കുന്നത്. സ്വയം വിചാരണ ചെയ്യാൻ. പിന്നീട് കാണാം രാത്രി കാലത്ത് മാവ് ചുമന്നിട്ട് മദീന നഗരത്തിലൂടെ കടന്നു പോകുന്ന ഉമർ ഫാറൂഖിനെ റളിയല്ലാഹു അൻഹു സ്വഹാബത്ത് തടയുന്നുണ്ട്. നബി മഹാനായ തങ്ങളെ എന്തിനാണ് രാത്രി നേരത്തെ ഇങ്ങനെ കഷ്ടപ്പെട്ട് മാവ് ചുമന്നു പോകുന്നതാണ് സമ്മതിച്ചില്ല. അപ്പൊ ചോദിച്ചു, ഞങ്ങൾ ചുമന്നാ പോരെ എന്ന് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഭരണകർത്താവാണ്, ഒരു നാടിന്റെ അമീറാണ്. അങ്ങനെ നിൽക്കുമ്പോ ഈ പ്രശ്നം എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റും, പരിഹരിക്കാൻ സാധിക്കും. പക്ഷെ നാളെ പരലോകത്തേക്ക് വന്നാൽ എന്റെ ഒരു പ്രശ്നവും നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ മാവ് ഞാൻ തന്നെ ചുമന്നോളാം, നിങ്ങൾ വഴിമാറി സഞ്ചരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തന്നെ യാത്ര തുടർന്നു പോയി മഹാനായ സയ്യിദുനാ ഉമർ ഫാറൂഖ്. പിന്നീട് കാണാം അതേ സംഭവം പിന്നീട് ഉദ്ധരിക്കുന്നുണ്ട്. ഉമർ തങ്ങൾ വഫാത്തായ ശേഷം ജനാസ കുളിപ്പിക്കുന്ന രംഗത്ത് സ്വഹാബത്ത് അങ്ങനെ കുളിപ്പിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, അബൂലുഹൈറയുടെ കുത്തേറ്റാണല്ലോ, കുത്തേറ്റാണ് ഉമർ തങ്ങൾ സുബഹി നമസ്കാരത്തിന് വീണു പോകുന്നത്. പിന്നീടുള്ള കുളിപ്പിക്കലാണ്. അങ്ങനെ നടക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കാം, ഇതുപോലെ നേരത്തെ അവന്റെ അത്യാപത്വം സംഭവിച്ചിട്ടുണ്ടോ? തങ്ങൾക്ക് ശരീരം മുഴുവൻ പാടാണ്, ഭാഗത്തിന് വലിയ തഴപ്പ് പൊട്ടി നിൽക്കാൻ പറയുമ്പോഴാണ് ഭാര്യ പറയുന്നത്, രാത്രി കാലത്ത് ഇവിടുന്ന് 10 മാവിൽ ചുമന്നു കൊണ്ടുപോയതായ തഴമ്പുകളാണ്. കാലചക്രത്തിൽ മനോഹരമായി രേഖപ്പെട്ട സംഭവം. ഒരു നാടിന്റെ ഖലീഫ